ഈ രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെ കാഫിർ സ്ക്രീൻഷോട്ടിലും സഖാക്കൾ നെട്ടോട്ടമാണ്. കാരണം കാണിച്ച ശുദ്ധ തോന്നിയാവസമാണ്. കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ കണക്കാക്കി ചെയ്ത പരിപാടിയാണ്. ഇത് ഇലക്ഷന് വളരെ എളുപ്പത്തിൽ അങ്ങ് ജയിച്ച് കളയാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ കുറച്ച് സഹാക്കന്മാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഇപ്പോൾ അവരെ തിരിഞ്ഞു നിർത്തുകയാണ്. അതിനകത്തേക്ക് ഇപ്പോൾ അന്വേഷണം പഴയ മുൻ എം എൽ എ ആണെന്ന് തോന്നുന്നു, കെ ലതിക. കെ ലതികയിലേക്ക് മോഹൻ മാഷിൻ്റെ ഭാര്യയാണ് അവർ, പി മോഹനൻ്റെ. മോഹൻ. കെ ലതികയിലേക്ക് ചെല്ലുകയാണ്. കെ ലതികയെ ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം. കാരണം ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ മുഖ്യ സൂത്രധാര എന്ന് പറയുന്നത് കെ ലതികയും അവരുടെ ചില ബന്ധുക്കളും ചേർന്ന്. ഇവരാണ് ഇവിടെ ഈ കേരളത്തിൽ പിണറായി വിജയൻ എന്ന സമയത്ത് മാധ്യമ വേട്ടയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. അല്ല, അവർ ഒരു വലിയ വേട്ട സംഘം ഉണ്ടായിരുന്നു. അൻവറിന്റെ നേതൃത്വത്തിൽ ഇവർ ചേർന്നിട്ടാണ് അൻവറിന് വേണ്ടി സാഹിത്യം രചിച്ചു കൊടുക്കുന്ന വലിയൊരു സംഘം ഒന്നുണ്ടായത്. മറുനാടൻ മലയാളിയെയും ഏഷ്യാനെറ്റിനെയും വേട്ടയാടാൻ വേണ്ടി വ്യാജ കേസുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇതിന് പിന്നിൽ ഇവരായിരുന്നു. അവരന്ന് ഏറ്റവും കൂടുതൽ അർമാദിച്ചുകൊണ്ടിരുന്ന ഈ കെ ലതികയുടെ മകനെ, മരുമകളെ, അങ്ങനെ അൻവർ, അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇവർ ഈ രാജ്യത്ത് കുത്തിത്തിരിപ്പിന്, ഈ സംസ്ഥാനത്ത് കുത്തിത്തിരിപ്പിന് വേണ്ടി കാഴ്ചകൂട്ടിയ എല്ലാവിധ ഉഡ്ഡായിപ്പുകളും ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. അടുത്ത അന്വേഷണം നടക്കുകയാണ്. ഇപ്പം അതിന്റെ പിന്നിൽ പ്രൊഫസർ റിബേഷ് രാമകൃഷ്ണൻ, അയാൾ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് അങ്ങാണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും അദ്ദേഹം രാജി വെച്ചിട്ടുണ്ട്. ജയിലിൽ പോകാൻ റെഡി ആയിട്ട് ഇവർ രംഗത്ത് നിന്നിട്ട് ഒന്ന് ആലോചിക്കണം. ഒരു അന്വേഷണം അട്ടിമറിക്കുന്നതിൻ്റെ ഒരു രീതി നമ്മളൊന്ന് ആലോചിക്കണം. ഇതിനകത്ത് ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇവർ കുറിച്ചിരുന്നത് ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ മുസ്ലിം, ശൈലജ കാഫിർ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരാണ് പുറത്തുവിടുന്നത്? ഇത് പുറത്തുവിടുന്ന ഒരു പിന്നെ മുസ്ലിം ലീഗിൻ്റെ, കോൺഗ്രസ് പ്രവർത്തകന്റെ പേരിലാണ് ഇത് പുറത്തുവിടുന്നത്. ഇത് പുറത്തുവിട്ട് ഇതാരാണ് ഉണ്ടായിക്കൊണ്ടുവന്നത്? ഈ റെഡ് വോളണ്ടിയർ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൂടാതെ അമ്പലമുക്ക് സഖാക്കളും പോരാളി ഷാജി എല്ലാം ചേർന്ന് ഇത് ഏറ്റെടുത്തു. ഈ നാട് നിന്ന് കത്താൻ ഇതിനപ്പുറം ഒന്നും വേണ്ട. കുഞ്ഞുകളിക്കാര്യമല്ല, ഇവർ കാണിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ്. ഏറ്റവും വലിയ ക്രിമിനലിസം എന്ന് പറഞ്ഞാൽ ഇത് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയാം. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെവലിൽ നിൽക്കുന്ന ക്രിമിനലിസമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്ക്രീൻഷോട്ട് അന്വേഷണം അന്ന് തന്നെ ഇവരിലേക്ക് ചെന്ന് നിന്നതാണ്. ഈ ആദ്യത്തെ അന്വേഷണ സംഘം ഈ തെളിവുകളൊക്കെ നശിപ്പിച്ചിരിക്കാൻ ഇടയുണ്ട്. കാരണം ആദ്യം അന്വേഷിച്ച ആൾക്കാർ ഇവർക്ക് വേണ്ടി ആളെ കണ്ടെത്താൻ അങ്ങനെയാണല്ലോ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തിയ എല്ലാ അന്വേഷണങ്ങളും പ്രഹസനമായിരുന്നു. മാത്രമല്ല നശിപ്പിക്കാൻ ചെയ്തിരുന്നവർ, തെളിവ് നശിപ്പിക്കാൻ കൂട്ടുന്നവരാണ്. പക്ഷേ ഇപ്പം കൃത്യമായ ദിശയിൽ അന്വേഷണം പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ അന്വേഷണ സംഘത്തിൽ മൊത്തം അന്തംഗമ്മികളാണ്. അത് മാത്രമാണ് ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രശ്നം. ഇപ്പം നമുക്ക് എന്താണ് ആലപ്പുഴയിൽ സംഭവിച്ചത്? രക്ഷാപ്രവർത്തന കേസിൽ കോടതിയിൽ തിരിച്ചടി നേരിടാൻ കാരണം എന്താണ്? അവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രോസിക്യൂട്ടർ അടക്കം അന്വേഷണ സംഘം എല്ലാവരും പഴയ അന്വേഷണം ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്ത ഒരു ഇത് ഒരു കുഴപ്പം അവിടെ സൃഷ്ടിച്ചു വെച്ചു. എന്നാൽ അതിനനുസരിച്ച് കോടതിയും അങ്ങ് ആക്ട് ചെയ്തു. എന്നാൽ എല്ലാം അവരുടെ തലയിൽ വെച്ചുകൊണ്ട് കോടതി ചില അഴകുഴമ്പൻ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. നമുക്ക് കേൾക്കുന്നവർക്ക് അറിയാം ഇത് വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ഒരു ചോദ്യത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലായി ഈ പ്രതികളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടും എന്നുള്ളത്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ ശക്തമായ അട്ടിമറി എന്നതാണ്. വലിയ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ കെ ലതികയുടെയൊക്കെ ഫോണിനകത്തു കൂടിയാണ് ഇത് പുറത്തു പോയത്. എല്ലായിടത്തും പോയി അവരുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് വന്നത് അല്ലേ? അതെ. പക്ഷേ ഇത് വിഷയം പ്രശ്നമായപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാവരും പിൻവലിച്ചു. ഇവരവിടെ ശ്രമിച്ചത് എന്തിനാണ് ശരിക്കും? ഈ ഷോട്ടിലൂടെ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് ശൈലജയ്ക്ക് ലഭിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ആശയമുണ്ട്? ടീച്ചറമ്മ അറിയാതെ ഒരിക്കലും നടക്കൂലല്ലോ. ഇല്ല, ടീച്ചറമ്മ ഇത് തീർച്ചയായിട്ടും ഇതിൽ പങ്കാളി തന്നെയാണ്. ടീച്ചറമ്മയ്ക്ക് ജയിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി തന്നെയാണ്. അവരുടെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ ഓർക്കുന്നുണ്ടല്ലോ, കോവിഡ് കാലത്ത് കേരളത്തെ രക്ഷിച്ചത് ടീച്ചറമ്മ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നടന്നത് കൊള്ളയോ? 5 രൂപയ്ക്കുള്ള സാധനത്തിന് 500 രൂപ വെച്ച് വാങ്ങിച്ചത് വമ്പൻ കൊള്ളയാണ് ആരോഗ്യ മേഖലയിൽ നടന്ന്. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങി എന്നുള്ളത് പോട്ടെ, ആവശ്യമില്ലാത്ത സാധനം എല്ലാം വാങ്ങിയിട്ട് അവസാനം ഇതെല്ലാം ഡംപ് ചെയ്യായിരുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും അധികം ആള് കോവിഡ് നിന്ന് മരിച്ച കേരളത്തിലായിരുന്നു. ഇത് മുഴുവൻ പറഞ്ഞു. അതെ, അവരുടെ PR വർക്കിന്റെ ഗുണം കൊണ്ട് അവർ നല്ല ശക്തമായ PR വർക്ക് കൊണ്ടുവന്നു. അവർ മാത്രം കെ ശൈലജ എന്തോ വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. നമ്മൾ കേരളത്തെ പിടിച്ചു ചേർത്തിയ അമ്മ, കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് മരിക്കാതെ പരലോകത്ത് അയക്കാതെ പിടിച്ചു ചേർത്തിയ അമ്മ എന്നാണ് അവസാനമാണ് അറിയണത്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇഷ്ടംപോലെ ആൾ അങ്ങോട്ട് മുകളിലോട്ട് അയച്ചു. ഈ വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വടകരയിൽ ഈ വിഷയം ഉണ്ടാകുന്നത്.
ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാകുന്നത്. ലീഗിന്റെ നേതാവുണ്ടല്ലോ, അയാളെ സമ്മതിക്കണം, അയാൾ ഉറച്ചു നിന്ന കാര്യത്തിൽ അയാൾ അന്വേഷണം ആവശ്യപ്പെടുകയും അയാൾ കൃത്യമായ നിയമത്തിന്റെ വഴിയിൽ നീങ്ങുകയും ചെയ്തിരുന്നു. അതാ, അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് ഇവർക്ക് ഈ തലപുരാൻ റിവേഷ് രാമകൃഷ്ണൻ മാത്രമല്ല, മനീഷ് അതുൽ എന്ന് പറയുന്ന 2 DYFI പ്രവർത്തകരുണ്ട്. അപ്പോൾ ഈ ആദ്യം ഇത് വന്നിരിക്കുന്നത് റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പ്, അതിലെ അംഗങ്ങളാണ് ഇവന്മാരെല്ലാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരുന്നത് 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഒരു മുസ്ലിം, അതാണ് ഷാഫി പറമ്പിൽ. KK ശൈലജ കാഫിറാണ്, കാഫിറായ സ്ത്രീയാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി എന്നാണ് അർത്ഥം. നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ച് വോട്ടർമാർക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അതായത് മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ ചേർന്ന് KK ശൈലജയ്ക്കെതിരെ ഈ രീതിയിൽ ഈ പോസ്റ്റർ ഉപയോഗിച്ച് വോട്ട് ചോദിക്കുന്നു എന്നുള്ളതായിരുന്നു ഇവരാണ് വർഗീയവാദം ഇളക്കി വിട്ടതെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുകയും ആ അമ്മാതിരി കേരളത്തിലെ എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കാനുമാണ് ഇവർ ശ്രമിച്ചത്. ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് മുഹമ്മദ് കാസിം. അപ്പം ഇത്തരം ഒരു പ്രചാരണം ഇവർ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായിട്ട് അഴിച്ചുവിട്ടപ്പോൾ CPMനെതിരെ UDF ആദ്യം പരാതി കൊടുക്കും. ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കണം, ഇതാരാണ് ഈ മുഹമ്മദ് കാസിമാണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ കാസിം ഇത് അറിഞ്ഞിട്ടേ ഇല്ല. റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ, പോരാളി ഷാജി, അമ്പലമുക്ക് സഖാക്കൾ തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇത് വന്നത്. അപ്പോൾ പക്ഷേ എന്താണ് അവസാനം ഇവർ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ആദ്യത്തെ അന്വേഷണ സംഘം പറഞ്ഞത് സ്ക്രീൻഷോട്ട് നിർമ്മിച്ച യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അന്വേഷണം വഴിമുട്ടി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കോടതിയിലാണ്. എളുപ്പമാണല്ലോ. അതെ. പക്ഷേ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഈ വരുന്ന അന്വേഷണ സംഘം യഥാർത്ഥ പ്രതികളിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെന്ന് എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവർ കഴിഞ്ഞ തവണ ഇവിടെ കാട്ടിക്കൂട്ടിയത്. കാരണം ഈ കേരള എന്ന സംസ്ഥാനത്തെ 10 വർഷം കൊണ്ട് ഒരു ഗുണ്ടാഭരണ സംസ്ഥാനമാക്കി മാറ്റി. പശ്ചിമ ബംഗാളിൽ ഓരോരുത്തരും പണ്ട് CPM പിന്നീട് ദീദിയൊക്കെ ചെയ്തതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ചവിട്ടി പുറത്താക്കാൻ. ഈ കേസിൽ ഉടനെ അറസ്റ്റ് ഉണ്ടാവും. ഇതിനകത്ത് ഇവർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് കേരളത്തിൽ തന്നെ, വടകര മാത്രമല്ല കേരളത്തിലെമ്പാടും ഒരു വർഗീയത ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചത്. അത് തന്നെയാണ് നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞത്. ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയാണ് അവരെന്ന് നോക്കുന്നത്. അതൊക്കെ അവർ പാടും. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവന്മാർ ഈ പാട്ട് പാടുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, ഒരു 5 വർഷം കൂടി ഈ പാർട്ടി ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ ഇവർ മനുഷ്യരെ കൊല്ല ചെയ്യുന്നു, കൂട്ടക്കൊല ചെയ്തതിന് അത്ര ഭീകരമായിട്ടൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, രമേശ് ചെന്നിത്തല അധികാരം ഏറ്റെടുത്തു ആഭ്യന്തരത്തിന് ശേഷം ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നു. ഓടി നടന്ന് മയക്കുമരുന്ന് പിടിക്കുകയാണ്. ഓടി നടന്ന് എവിടെ തിരിഞ്ഞാലും മയക്കുമരുന്നാണ്, അത് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒപ്പം ഗുണ്ടാസംഘങ്ങളെ അമർച്ച ചെയ്യുന്ന എന്തെങ്കിലും ഒരു പദ്ധതി കൂടെ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പിടിയിലാകുന്ന ഈ DYFI നേതാക്കൾ. അതാണ് ഈ തൂഫാൻ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ കേരളത്തിലെ പല DYFI നേതാക്കന്മാരും ജീവിക്കാൻ പറ്റാത്ത പലയെന്നല്ല, 100 പിടിച്ചാൽ 95 DYFIക്കാരും SFIക്കാരും ആയിരിക്കും. അതിന് യാതൊരു സംശയം വേണ്ട. കാരണം അവരെ എല്ലാം ഈ ഇവന്മാർ ഇത് ആകർഷിച്ചു കൊണ്ടുവന്ന് ഈ വലിയ നേതാക്കളുടെ ബിനാമികൾ ഇവന്മാരെ കൊണ്ടുവന്ന് ഈ വിപണനത്തിന് ഉപയോഗിക്കുക. ഈ ഭരണത്തിൻ്റെ തണലിൽ പോലീസ് അവർ പറയുന്നതിനപ്പുറമില്ല. പടി വാങ്ങുന്ന പോലീസുകാരുണ്ട്, ഇവരുടെ കയ്യിൽ നിന്ന് പടി വാങ്ങുന്ന പോലീസുകാരുണ്ട്. മാത്രമല്ല ഇവർ പാർട്ടി സഹാക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റും, അവരും തറക്കൊണ്ടുപോലെ പോലീസ്. അതാണ് ആ അവസ്ഥ വരെ വന്നില്ല. പശ്ചിമ ബംഗാളിലൊക്കെ പണ്ട് നടന്നിരുന്നത് എന്താണോ അത് തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ഇവർ നടത്തിയ ആ ഒരു ഗൂഢനീക്കമുണ്ടല്ലോ, അത് പൊളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സൂചനയാണ് ഈ റിബേഷ് ശൈല ഇപ്പോൾ പാർട്ടി പദവി രാജിവെച്ചത്. കാരണം അകത്ത് പോകുന്നുണ്ട് ഞങ്ങൾ പുറത്താക്കിയെന്ന് പറയാം, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ ഭാരവാഹിയല്ലെന്ന് പറയും. KK ലതികയൊക്കെ എങ്ങനെ ഒരു സംരക്ഷിക്കുന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. VD സതീശനും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഒറ്റ ഒരെണ്ണത്തിനെ അവർ വെച്ചേക്കാനുള്ള സാധ്യതയും അല്ല. അത് അവരത് ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അടുത്ത ഇലക്ഷന് നേരെ തിരിച്ച് ചെയ്യും, ഉറപ്പാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇവരെ കൊണ്ട് പൊറുതി മുട്ടി ഇവർ കാണിച്ച പ്രതികാരം വീട്ടാനല്ല, ഇവർ കാണിച്ച വൃത്തികളുള്ള തിരുത്തിക്കാനുള്ള, ഇനിയെങ്കിലും നാളെ ഭരിക്കാൻ വരുന്നവർ ഇങ്ങനത്തെ വൃത്തികൾ കാണിക്കരുത് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്.